ഹായ് ഓൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്ന കേരള ഹിസ്റ്ററിയുടെ സിലബസിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗത്തിൻ്റെ ഒരു സബ് ടോപ്പിക്കാണ്, അതായത് ഡച്ചുകാർ. അപ്പം ഡച്ചുകാർ എങ്ങനെയാണ്, ഡച്ച് അവർ കേരളത്തിൽ വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, എന്തൊക്കെ സംഭാവനകളാണ് അവർ നൽകിയത്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്കും അവർക്കും ഇടയിലുണ്ടായിരുന്നത്, അവരുമായിട്ടുള്ള പ്രധാനപ്പെട്ട ബാറ്റിൽസിൻ്റെയൊക്കെ പേരെന്ത്, ഇത്തരം കാര്യങ്ങളാണ് അറൈവൽ ഓഫ് യൂറോപ്യൻസിൽ ഡച്ചുകാരെ കുറിച്ച് നമ്മൾ പഠിക്കാനുള്ളത്. കേരള ഹിസ്റ്ററിയുടെ ഒരു സബ് ടോപ്പിക്കാണ് അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേരളത്തിലേക്ക് കുറച്ച് യൂറോപ്യന്മാർ ഇങ്ങോട്ട് വരിക. നമ്മളിപ്പോൾ യൂറോപ്പിലോട്ടൊക്കെ അങ്ങോട്ട് പോകുന്ന പോലെ അന്ന് അവർ യൂറോപ്യൻസ് ഇങ്ങോട്ട് വരിക, കേരളത്തിലേക്ക് വരിക, ഇവിടുത്തെ സാധ്യതകൾ തപ്പിക്കൊണ്ട്. അപ്പോൾ അവരിവിടെ വന്നിട്ട് എന്ത് ചെയ്തു, അവരിവിടെ അങ്ങ് കോളനൈസ് ചെയ്തു. അപ്പം അങ്ങനെ കോളനി ആക്കാൻ വേണ്ടി വന്ന ആളുകളിലെ ഒരു പ്രമുഖരാണ് ഡച്ചുകാർ. അപ്പം ഡച്ചുകാർ എന്തൊക്കെയാണ് നമ്മുടെ കേരളത്തിനും ഇന്ത്യക്കും ഒക്കെ ആയിട്ട് നൽകിയിട്ട് പോയെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഡച്ചുകാർ 1598 വന്നത്. ഡച്ചുകാരെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, കേരളീയർ എന്തൊക്കെ പേരുകളിലാണ് യൂറോപ്യൻസിനെ വിളിച്ചിരുന്നതെന്നുള്ളത്. അപ്പം ആ വീഡിയോ കാണുക. അപ്പോൾ ഡച്ചുകാരെ നമ്മൾ എങ്ങനെയാണ് അഭിസംബോധന ചെയ്തതെന്നുള്ളതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നമ്മൾ വെള്ളക്കാരെന്ന് ബ്രിട്ടീഷുകാരെ പറയത്തില്ലേ, അതുപോലെ ഡച്ചുകാരെ നമ്മൾ ഒരു പർട്ടിക്കുലർ ടേമിലാണ് അഭിസംബോധന ചെയ്തത്. അതെന്താണെന്ന് നിങ്ങൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ നോക്കിയിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് പോയി കാണാം. അപ്പം ഡച്ചുകാർ 1598 ഇവിടെ വരുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, യൂറോപ്യൻസ് ഇന്ത്യയിലേക്ക് വന്നു എന്ന് നമ്മൾ പഠിക്കുമ്പം അവർ ഇന്ത്യ മാത്രമല്ല അവരുടെ ലക്ഷ്യം, ഈസ്റ്റിലുള്ള, അതായത് പൗരസ്ത്യ ദേശത്തുള്ള പല നാടുകളും അവർക്ക് ലക്ഷ്യമാണ്. അവർക്ക് ചൈന വേണം, അവർക്ക് ഇന്തോനേഷ്യ വേണം, അവർക്ക് സിലോൺ ശ്രീലങ്ക വേണം, അവർക്ക് പറ്റുന്ന എല്ലായിടവും വേണം. യൂറോപ്പ് എന്ന് പറയുന്നത് വെസ്റ്റാണ് അല്ലേ, യൂറോപ്പിൻ്റെ വെസ്റ്റിലോട്ട് കിടക്കുന്നത്, അതായത് യൂറോപ്പ് എന്ന് പറയുന്നത് ആ ഒരു ഭൂഖണ്ഡത്തിൻ്റെ വെസ്റ്റ് സൈഡിലായിട്ടാണ് അമേരിക്കൻ നാടുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പം യൂറോപ്പിൻ്റെ ഈസ്റ്റിലും വെസ്റ്റിലും എല്ലായിടത്തും അവർക്ക് സ്ഥലങ്ങൾ വേണം. അപ്പം അങ്ങനെ യൂറോപ്യൻസ് കേരളത്തിൽ വന്നു, അതായത് ഇന്ത്യയിൽ വന്നു, പിന്നെ ഇന്തോനേഷ്യയിൽ പോകുന്നുണ്ട്, ശ്രീലങ്കയിൽ പോകുന്നുണ്ട്, അങ്ങനെ പലയിടത്ത് പോകുന്നുണ്ട്. അപ്പം അവിടുത്തെ പ്രശ്നങ്ങളും നമ്മളുടെ ഇവിടുത്തെ അവരുടെ ഭരണത്തെ ബാധിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പം ആ ഒരു ചിന്ത നിങ്ങൾക്ക് വേണം. ഡച്ചും പോർച്ചുഗീസുകാരും തമ്മിൽ എന്നും വഴക്കായിരുന്നു. ഡച്ചുകാരുടെ വരവാണ് പോർച്ചുഗീസുകാരുടെ പതനത്തിനും കാരണമെന്ന് മനസ്സിലാക്കുക. അത് അത്ര കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ കാര്യം, സാമൂതിരിക്ക് പോർച്ചുഗീസുകാരെ കാണരുതായിരുന്നു. പക്ഷേ ഡച്ചുകാർ വന്നപ്പോഴത്തേക്കും പോർച്ചുഗീസിനൊരു ബദൽ എന്നുള്ള രീതിയിൽ സാമൂതിരി എന്ത് ചെയ്തു, നന്നായിട്ട് ഡച്ചുകാരുമായിട്ട് പലതരത്തിലുള്ള സന്ധികളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പം പോർച്ചുഗീസുകാരുമായിട്ട് യുദ്ധത്തിൻ്റെ സമാധാന സന്ധി പോലൊക്കെ ആയിരിക്കും സാമൂതിരി പോർച്ചുഗീസുകാരുമായിട്ടുള്ള ഡീലിംഗ് എങ്കിൽ, ഡച്ചുകാരുമായിട്ട് ഭയങ്കര സൗഹാർദ്ദം, അതായത് ഡച്ചുകാരുടെ അടുത്ത് സാമൂതിരി എല്ലാ തരത്തിലുള്ള സഹിഷ്ണുതയും സാഹോദര്യവും സൗഹാർദ്ദവും ഒക്കെ കാത്തു സൂക്ഷിച്ചു എന്നുള്ളത് ഒരു വലിയ പോയിന്റാണ്. അപ്പം സാമൂതിരിയുടെ പ്രിയപ്പെട്ടവരാരാ, ഡച്ചുകാർ. അതിന് കാരണം എന്താ, ശത്രുവിൻ്റെ ശത്രു മിത്രം. പോർച്ചുഗീസുകാരെ സാമൂതിരിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഡച്ചുകാർക്ക് പോർച്ചുഗീസുകാരെ ഇഷ്ടമല്ല. അപ്പോൾ ഡച്ചുകാരും സാമൂതിരിയും കൂടെ ഒന്നിച്ചു. അപ്പം ഡച്ചുകാരുടെ വളർച്ചയ്ക്ക് നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ആരാണ്, സാമൂതിരിയാണെന്ന് കൂടെ മനസ്സിലാക്കുക. ഇനീഷ്യൽ സമയത്ത് അവർ ഫാക്ടറി പണിയാനൊക്കെ അവസരം നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെയും കുറേ കാര്യങ്ങളുണ്ട്. ഡച്ചുകാർക്ക് സഹിഷ്ണുതയുണ്ടായിരുന്നു, മതങ്ങളോടൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സഹിഷ്ണുതകളുണ്ടായിരുന്നു. മീൻസ് ഇടയ്ക്കൊക്കെ ചില കലാപങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പോർച്ചുഗീസുകാരെ പോലെയല്ല അവർ. പോർച്ചുഗീസുകാർക്കാണെങ്കിലും ഭയങ്കരമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള പീഡനങ്ങളും ഒക്കെ അങ്ങനത്തെ ഒരു സ്വഭാവമാണ് പോർച്ചുഗീസുകാരുടേത്. ആളുകളോടൊരു സഹിഷ്ണുതയേ ഇല്ലായിരുന്നു, ഭയങ്കര അസഹിഷ്ണുതയായിരുന്നു അറബ്സിനോടൊക്കെ. പക്ഷേ ഡച്ചുകാരുടെ രീതി എന്ന് പറഞ്ഞാൽ ഡച്ചുകാർ പിന്നെ കമ്പാരിറ്റീവ്ലി ഭയങ്കര സഹിഷ്ണുതയുള്ള ഒരു വിഭാഗമായിരുന്നു. മാത്രമല്ല പോർച്ചുഗീസുകാരുടെ ഇടയിൽ ഭയങ്കര നിയമങ്ങളൊക്കെ സ്ട്രിക്റ്റ് ആയിരുന്നു. അതായത് വേറെ പ്രൈവറ്റ് ആയിട്ടുള്ള ട്രേഡ്. ഇപ്പം ഞാൻ പോർച്ചുഗലിൽ നിന്ന് വന്ന ഒരു വ്യാപാരിയാണെന്ന് വെക്കുക. അതായത് എൻ്റെ പ്രൈവറ്റ് ട്രേഡ് ഒരിക്കലും നടക്കാൻ പാടില്ല. ഞാനിപ്പോൾ പോർച്ചുഗീസിൻ്റെ കമ്പനി ഉണ്ടല്ലോ, കമ്പനിക്ക് വേണ്ടിയാണ് വന്നെങ്കിൽ കമ്പനിയുടെ ട്രേഡ് മാത്രം നടത്തുക, എൻ്റെ പ്രൈവറ്റ് വ്യാപാരങ്ങൾ നടത്തരുത്, അങ്ങനെയൊക്കെ കുറേ നിയമങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഡച്ചുകാരങ്ങനല്ല, എല്ലാവരും എന്താണെന്ന് വെച്ചാൽ കാണിക്കും, കുറേ ലാഭം ഉണ്ടാവണം എന്നുള്ള ലിബറൽ രീതിയിലുള്ള ഒരു സമീപനമായിരുന്നു ഡച്ചുകാർക്ക് അവരുടെ ഉദ്യോഗസ്ഥരോടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഡച്ചുകാരുടെ ഒരു ബേസിക് സ്വഭാവം എന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കണം. ഇനി ഡച്ചുകാരുടെ ഒരു നാവൽ ഫോഴ്സ് എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരുടെ കാട്ടിലും ഭയങ്കര അടിപൊളിയായിരുന്നു. അതുകൊണ്ടും കൂടാണ് പോർച്ചുഗീസുകാർക്ക് ഇവിടെ പതനം വന്ന ഒരു കാരണം എന്നും കൂടെ മനസ്സിലാക്കുക.
പിന്നെ അതുപോലെ തന്നെ പോർച്ചുഗീസുകാർക്ക് സ്വന്തമായിട്ട് സൈനിക ശക്തിയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഡച്ചുകാർ ആ കാര്യത്തിലൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിരുന്നു. പിന്നെ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ ചരിത്രത്തെ കാണാൻ. ഇപ്പം ഡച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടെ സഹിഷ്ണുതയുടെ ഒരു പക്ക ബിസിനസ് പീപ്പിളായിരുന്നു. പോർച്ചുഗീസുകാരെന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഞാൻ വൈകാരികമായിട്ട് പറയല്ല, കുറച്ചൊക്കെ ഒരു ക്രൂരതയും പൈശാചികമായിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുള്ള വ്യക്തികളായിരുന്നു പോർച്ചുഗീസുകാർ. ഒരു അലിവില്ലാത്ത രീതിയിലുള്ള ഒരു ചട്ടങ്ങളും കാര്യങ്ങളുമാണ് ഇവിടേക്ക് എടുത്തെന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക നിങ്ങൾ ഹിസ്റ്ററിയിലെ ഫാക്ട്സ് ഒക്കെ പഠിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഹിസ്റ്ററി ഇതുപോലെയാണ് പഠിക്കേണ്ടത്. അവരുടെ സ്വഭാവം എങ്ങനെയായിരുന്നു, അവരുടെ സമീപനം എങ്ങനെയായിരുന്നു, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഡച്ചുകാരുടെ പോളിസീസൊക്കെ സാമുദ്രികമായിട്ടുള്ളതൊക്കെ ഭയങ്കര സ്വീകാര്യമായിരിക്കും. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വേണം ഈ സാധനം പഠിക്കാൻ. അപ്പോൾ ഇനി അടുത്ത് നോക്കുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങളുണ്ട് ഡച്ചിൽ. അപ്പം പുതിയ റാങ്ക് ഫയലിൽ ഡച്ചുകാരെ കുറിച്ച് കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എല്ലാം പഠിക്കണമെന്നില്ല. ഡച്ച് എന്ന് പറയുമ്പം ഏറ്റവും ആദ്യം വരുന്നത് കൊളാച്ചൽ യുദ്ധം, ബാറ്റിൽ ഓഫ് കൊളാച്ചൽ, അല്ലെങ്കിൽ കൊളാച്ചൽ അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നത്. അപ്പോൾ കുളച്ചൽ എന്ന് പറയുന്ന ഒരു ബാറ്റിലുണ്ട്, അവിടെ ഉണ്ടായ ഒരു യുദ്ധമുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഡച്ചുകാരുടെ അടുത്തുനിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്നത് അതാണ്. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ബാറ്റിൽ ഓഫ് കുളച്ചൽ. അതിന് കാരണം എന്തെന്നാൽ ഏഷ്യയിൽ തന്നെ, അതായത് യൂറോപ്പ് ഒരു കോണ്ടിനെൻറ്റ്, ഏഷ്യ വേറൊരു കോണ്ടിനെൻറ്റ്. അപ്പോൾ യൂറോപ്യൻസ് ആയിട്ടുള്ള ആളുകൾ ഏഷ്യയിൽ വന്നിട്ട് ഓരോരോ സ്ഥലങ്ങൾ ഇങ്ങനെ കീഴടക്കിക്കൊണ്ടിരിക്കാം, കോളനിവൽക്കരിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ അങ്ങനെ കോളനിവൽക്കരിച്ച സമയത്ത് ഒരു രാജാവ് ആണ്, അതായത് ആദ്യത്തെ രാജാവ് യൂറോപ്യൻ ശക്തികളോട് യുദ്ധം ചെയ്ത് അവരെ തോപ്പിച്ച ആദ്യത്തെ രാജാവ് ആരായിരുന്നു എന്നറിയാമോ? അത് നമ്മുടെ മാർത്താണ്ഡവർമ്മയാണ്. അത് ഏത് യുദ്ധത്തിലാണെന്നറിയാമോ? അത് ഈ കുളച്ചൽ യുദ്ധത്തിലാണ്. അപ്പം എന്താണ് കുളച്ചൽ യുദ്ധം, എന്താണ് മാർത്താണ്ഡവർമ്മ, ആരെയാണ് തോപ്പിച്ചതെന്നൊക്കെ ഉള്ളത് നമുക്ക് വിശദമായിട്ട് പറയാം. അതായത് ഡച്ചുകാരെയാണ് തിരുവിതാംകൂറിൻ്റെ മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തത്, കുളച്ചൽ യുദ്ധത്തിൽ തോൽപ്പിച്ചത്. ഇതിൻ്റെ ചരിത്രപരമായിട്ടുള്ള സിഗ്നിഫിക്കൻസ് എന്ന് വെച്ചാൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് യൂറോപ്യൻസിന് നേരിടേണ്ടി വന്ന, അതായത് കോളനി രാജ്യങ്ങളിൽ യൂറോപ്യൻസിന് നേരിടേണ്ടി വന്ന ആദ്യത്തെ ബാറ്റിലെ തോൽവിയായിരുന്നു കുളച്ചൽ യുദ്ധത്തിലുണ്ടായിരുന്നത്. അതായത് ആദ്യമായി അത്രയും കാലം ബ്രിട്ടീഷേഴ്സ് വരുന്നു, പോർച്ചുഗീസുകാർ വരുന്നു, ഒരു സ്ഥലം കാണുന്നു, കീഴടക്കുന്നു, അവിടെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, ആ ഒരു ലൈനിലായിരുന്നു കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. ഇവിടെ ആണെങ്കിലും ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധമൊക്കെ വന്നത് കുറേ കാലങ്ങൾക്ക് ശേഷം. പക്ഷേ ഡച്ചുകാരാണ് ആദ്യമായിട്ട് ഏഷ്യയിലെ ഒരു രാജാവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തിരിച്ചടി നേരിട്ട് ഒരു തോൽവി അറിഞ്ഞത്. അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ടാണ് കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആകുന്നത്. അതുകൊണ്ട് എക്സാംസിനും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മുടെ ഒരു ചെറുത്തുനിൽപ്പിൻ്റെ ഒരു ആദ്യത്തെ പടിയാണിത്. ആദ്യമായിട്ട് ഏഷ്യയിൽ യൂറോപ്യൻസിന് നേരിടേണ്ടി വന്ന യുദ്ധത്തിലെ പരാജയമാണ് ബാറ്റിൽ ഓഫ് കുളച്ചൽ. ഓക്കെ, അത് മാർത്താണ്ഡവർമ്മയിൽ നിന്നായിരുന്നു. അത് 1741 സംഭവിച്ചത്, ഓഗസ്റ്റ് 10. ഇതൊക്കെ എഴുതിയെടുക്കണം, ഇത് കാണാൻ പഠിക്കണം. 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഉള്ള യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ജയിച്ചു. ആര് തോറ്റു? ഡച്ചുകാർ തോറ്റു. പ്ലസ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉടമ്പടിയുടെ പേരാണ് മാവേലിക്കര ഉടമ്പടി. മാവേലിക്കര ഉടമ്പടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഇതൊക്കെ എന്ത് ഉടമ്പടി എന്ന് നിങ്ങൾക്ക് ഇങ്ങനെ പുച്ഛം തോന്നി, ഇതൊക്കെ ഏത്? പക്ഷെ അത് മസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഉടമ്പടിയാണെന്ന് ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലായില്ലേ? അങ്ങനെയാണ് PSCയുടെ ചോദ്യം ചോദിക്കുന്നത്. ഇപ്പം മനസ്സിലായോ? ഡച്ചുകാരിൽ കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവരേറ്റവും കൂടുതൽ ചോദിക്കുന്നത് കുളച്ചൽ യുദ്ധത്തെക്കുറിച്ചാണ്. കുറേ ക്വസ്റ്റ്യൻസ് കുളച്ചൽ യുദ്ധത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാരണം എന്ന് മനസ്സിലാക്കുക. ഏഷ്യയിൽ നിന്നും യൂറോപ്യൻ ശക്തിക്ക് എതിരെ നടന്ന ആദ്യത്തെ പോരാട്ട വിജയമാണ്. ഓക്കെ, പോരാട്ടത്തിലുപരി ചെറിയ ചെറിയ പോരാട്ടങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഇവർക്ക് നേരിടേണ്ടി വന്നിട്ട് കാണും. പക്ഷെ ആദ്യത്തെ ഒരു ഫോർമൽ പോരാട്ട വിജയമാണ് ഏതെന്ന് പറയുന്നത് കുളച്ചൽ യുദ്ധത്തിൽ സംഭവിച്ചത്. ആർക്ക്? മാർത്താണ്ഡവർമ്മയ്ക്ക്, തിരുവിതാംകൂറിൻ്റെത്. മനസ്സിലായോ? അപ്പം അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മാർത്താണ്ഡവർമ്മയുള്ള യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ജയിക്കുന്നു. 1753 എന്ത് ട്രീറ്റി ഓഫ് മാവേലിക്കര സൈൻ ചെയ്യുന്നു. അങ്ങനെ ഡച്ചിൻ്റെ അധികാരമോഹം ഇന്ത്യയിൽ ഇല്ലാണ്ടായത് ഈ ഒരു ട്രീറ്റിയോടെയും ഈ ഒരു യുദ്ധത്തോടെയുമാണ്. അപ്പം ഡച്ചുകാരുടെ പതനത്തിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ട് എഴുതണം, അത് കുളച്ചൽ യുദ്ധമാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇത് കന്യാകുമാരിയിലാണ് കുളച്ചൽ എന്ന് പറയുന്ന സ്ഥലമേ.
അതും കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ഈ കുളച്ചിൽ യുദ്ധം, മാർത്താണ്ഡവർമ്മ എന്നൊക്കെ ചിന്തിക്കുമ്പോഴേ നിങ്ങൾ കേരളത്തിൻ്റെ മേൽഭാഗം ഒന്നും ചിന്തിക്കരുത്. കേരളത്തിൻ്റെ സൗത്ത് ആയിരിക്കണം എന്ന് വേണം നിങ്ങൾക്ക് ചിന്ത വരാൻ. കോഴിക്കോട് നിന്നൊന്നും കണ്ടാൽ നിങ്ങൾ ഒരിക്കലും കുത്തരുത്. കാരണം ഇത് തിരുവിതാംകൂർ ഭാഗത്തിൻ്റെ ആ ഒരു ഭാഗത്ത് നടന്നൊരു യുദ്ധമായിട്ടും കൂടെ നിങ്ങൾക്ക് ചിന്തിക്കണം. മനസ്സിലായി? ഇത് മാർത്താണ്ഡവർമ്മ സാമൂതിരിയായിട്ട് ഡച്ചുകാർക്ക് കുഴപ്പമില്ലായിരുന്നു. ഡച്ചുകാർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം എങ്ങോട്ടാണ്? കേരളത്തിൻ്റെ താഴോട്ടാണ്. അപ്പം ഇത് മാർത്താണ്ഡവർമ്മയായിട്ടുള്ളതാണെന്നും കൂടെ ഓർത്തിരിക്കാനൊരു കാരണമായി. അപ്പം ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി വേണം ചരിത്രവും എല്ലാം പഠിക്കാൻ. ഓക്കെ. പിന്നെ ഡച്ചുകാരുടെ മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ ഒരു പ്രൊട്ടസ്റ്റന്റ് വിഭാഗമാണ്. ഇപ്പം പോർച്ചുഗീസുകാർ കത്തോലിക്കരാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ, പക്ഷേ ഡച്ചുകാർ പ്രൊട്ടസ്റ്റന്റ് വിഭാഗമാണെന്ന് ഉള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നെ 1604 അവരിങ്ങോട്ട് വരുന്നത്, കോഴിക്കോടാണ് വരുന്നത്. പിന്നെ ഇതിലെ പ്രധാനപ്പെട്ട കുറച്ച് വൈസ്രോയി അല്ലെങ്കിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തലപ്പത്ത് നിൽക്കുന്ന കുറച്ച് പേരുടെ പേര് നിങ്ങൾ പഠിക്കണം. ഇവരുടെ പേര് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് ഇത് ഡച്ച് ആണെന്ന് മനസ്സിലാകാനുള്ളൊരു കോമൺ ഒരു സ്വഭാവം എല്ലാ പേരുകൾക്കും ഉണ്ട്. ഇപ്പോൾ വാൻഡർ ഹെയ്ഗൻ അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് പേരുകളുണ്ട്. വേറെ പേരുകൾ ഞാൻ നോക്കട്ടെ, ഇതിൽ ഞാൻ എഴുതിയിട്ടില്ല, അത് റാങ്ക് ഫയലുകളിലൊക്കെ നിങ്ങൾ കാണും. അപ്പം വാൻ 3 പേരുകളായിരിക്കും, വാൻ ഡർ ഹെയ്ഗൻ അങ്ങനത്തെ. അതൊരു ഡച്ച് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയുടെ ഒരു പ്രതിനിധിയുടെ പേരാണ്. അപ്പോൾ അതുപോലത്തെ കുറച്ച് പേര് എച്ച് കൂട്ടിയൊക്കെ തുടങ്ങുന്ന പേരുകൾ കൂടുതലും നമുക്കിതിൽ കാണാം. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത് ഓർത്ത് ഏത് എച്ച് കൂട്ടിയുള്ള പേര് പറഞ്ഞാൽ ഡച്ചിൻ്റെ അതൊന്നും വിചാരിച്ചേക്കരുത്. അതിലൊരു ഒരു 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 എന്താ പറയുക, ഒരു പ്രത്യേകതയുണ്ട് ഡച്ച് പേരുകൾക്കെന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി വേണം ഓരോന്നും പഠിക്കാൻ, കാണാതല്ല പഠിക്കേണ്ടത്. അപ്പോൾ പേര് കേൾക്കുമ്പോൾ ഇതെന്താ ഇങ്ങനെ, ഈ ഒരു പാറ്റേൺ നിങ്ങൾ അനലൈസ് ചെയ്യാൻ പഠിക്കണം. അതിനൊരു സാധ്യതയുണ്ടെന്നും കൂടെ പറയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഓക്കെ. പിന്നെ അതുപോലെ അംബ്യോന മസാക്കർ. അംബ്യോന എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അത് ഇന്തോനേഷ്യയിലാണ്. AMBONYA എന്നുള്ളൊരു സ്പെല്ലിംഗാണ് ഇതിൻ്റെ. അംബ്യോന എന്ന് പറയുന്ന സ്ഥലം ഇന്തോനേഷ്യയിലുള്ളതാണ്. അവിടെ ഇവർ കൂട്ടക്കുരുതിയൊക്കെ നടത്തിയിട്ടുണ്ട് ഡച്ചുകാർ. അപ്പം ഡച്ചുകാർ ഇന്ത്യ വിട്ട് പോയത് എങ്ങോട്ടാണ്? ഇന്തോനേഷ്യയിലേക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് ഇവിടെ മാത്രമല്ല വേറെ പലയിടത്തുണ്ട്. അപ്പം അതുപോലെ പോർച്ചുഗീസുകാർ എങ്ങോട്ടാണ് പോയത്? അവർ ബ്രസീലിലേക്കാണ് പോയത്. അവിടെ ബ്രസീലൊക്കെ ഇവർ കണ്ടുപിടിച്ചിട്ടിരിക്കുക. അപ്പോൾ പിന്നെ യൂറോപ്പിൽ നിന്ന് ബ്രസീൽ അടുത്തല്ലേ, എന്നാൽ ബ്രസീലിൽ പോയി കീഴടക്കാമെന്ന് പോർച്ചുഗീസുകാരങ്ങ് വിചാരിച്ചു. മനസ്സിലായോ? അതുപോലെ ഇന്തോനേഷ്യയിലേക്കാണ് ഡച്ചുകാർ ഇവിടം വിട്ട് പോയത്. ഇവരൊക്കെ അങ്ങനെ നമ്മളിപ്പോൾ ജോലിക്ക് പോകുന്ന പോലെ ആ ജോലി ചെയ്തിട്ട് രക്ഷയില്ലെന്ന് കാണുമ്പോൾ അടുത്ത ജോലി പിടിക്കുക. അതുപോലെയാണ് ഈ കോളനി വൽക്കരണത്തിൻ്റെ സമയത്ത് യൂറോപ്യൻസ് ഒക്കെ ചെയ്തത്. അതും കൂടെ ഓർക്കുക. അപ്പോൾ അംബ്യോന മസാക്കർ, ഇപ്പോൾ ഇന്തോനേഷ്യയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ അത് ഡച്ചുമായിട്ടൊരു ബന്ധം കാണുമെന്ന് നിങ്ങൾ ഊഹിക്കുക. കാരണം ഇന്തോനേഷ്യയിലും ഡച്ചുകാർക്ക് ഭയങ്കര സ്വാധീനം ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ കുറേ പോർച്ചുഗീസുകാരുമായിട്ടുള്ള ഏറ്റവും വലിയ ചെറുത്തുനിൽപ്പ് ഡച്ചുകാരുടെ വകയായിരുന്നു. സാമൂതിരിയും ഡച്ചുകാരും പോർച്ചുഗീസുകാരെ കുറേ പുറത്താക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് പോർച്ചുഗീസുകാർക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു ഇവർ കാരണം. ഞാൻ അതിൻ്റെ കാര്യങ്ങൾ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ PDF മീൻസ് എൻ്റെ ചെറിയൊരു നോട്ടാണ്. അപ്പോൾ നിങ്ങൾ റാങ്ക് ഫയൽ പഠിക്കുക. റാങ്ക് ഫയൽ പഠിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് എൻ്റെ നോട്ടുണ്ട്. എൻ്റെ നോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു എൻ്റെ ഹാൻഡ് റിട്ടൺ നോട്ടാണ്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കത്തുമായിരിക്കും എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കി അതിൽ നിങ്ങളുടെ ആഡ് ഓൺസും കൂടെ ചേർത്ത് നിങ്ങൾ പഠിച്ചാൽ മതി. ഈ സംഭവം ഈസിയാണ്. പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ഓക്കെ. അപ്പം നമ്മളെല്ലാവരും പറയും റിവൈസ് ചെയ്യുന്നു. പക്ഷേ റിവൈസ് ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല. പരീക്ഷ എഴുതി ജയിക്കുക എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്. അതിന് നിങ്ങൾ OMR ആണെങ്കിൽ അത് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സസൈസ് ചെയ്യുക. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡച്ചും കുളച്ചൽ യുദ്ധമാണ് പറഞ്ഞത്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.